ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇതാ എൻ്റെ ഈ ചെടിയിൽ കണ്ടോ, നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. ഇതിന് പേര് കൃത്യമായിട്ട് അറിയില്ല. ഈ ഫ്ലവർ ഏതാണ്ട് ടൂലിപ്പ് ഫ്ലവറിനോട് സാമ്യമുള്ളതാണ്. ലില്ലി ചെടി എന്നൊക്കെ പറയും തോന്നുന്നു. എന്തായാലും വൈറ്റ് കളറിലുള്ള ഫ്ലവർ നല്ല വലിപ്പമുണ്ട്. കമ്പയർ ചെയ്യുമ്പം ഈ പിങ്ക് ഫ്ലവർ ചെറുതാണ്. ചിലപ്പോൾ ഈ ചെടി നിറയെ ബുഷായി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. ഈ ചട്ടിയിൽ ചെടി കുറവാണ് വെള്ളയുടെ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ വളമൊക്കെ വലിച്ചെടുക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ, വെള്ളയും പിങ്കും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുകയാണ് സുന്ദരികളായി. അപ്പോൾ മഴക്കാലത്തും നമുക്കിതുപോലെ ഫ്ലവർ കിട്ടുന്നുണ്ട്, അതാണ് സന്തോഷം. പിന്നെ അത് കൂടാതെ ഡെയ്സി വൈറ്റ്, ഡെയ്സി കൂടാതെ എൻ്റെ ഫേവറേറ്റ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ. കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡുകൾ വിരിയാനുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തപ്പം ഇതാ മഞ്ഞ വണ്ട് ചേട്ടാ, ഇതാ മഞ്ഞ വണ്ട്, ഒരു മഞ്ഞ വണ്ട് വന്നിരുന്ന് തിന്നുന്നു. എൻ്റെ മേത്തേക്ക് പറഞ്ഞായിരുന്നു. കണ്ടു ഫ്ലവർ, കണ്ടു ഫ്ലവറെല്ലാം ഹോളാക്കി. അല്ല മഞ്ഞ വണ്ടുണ്ടായിരുന്നു, അതവിടെ താഴെ പോയിട്ടുണ്ട്. അപ്പം അതിൽ നിറയെ മുട്ടൊക്കെ വന്നതാണ്. പക്ഷേ ഈ നീര് കുടിക്കാനായിട്ട് വണ്ട് വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ അത്ര ഭംഗിയായിട്ട് വിരിയില്ല. ഇപ്പോൾ കുറേ നാളായി ഈ ചെടിയിലെ ഫ്ലവർ നിറയെ ദിവസങ്ങൾ നിൽക്കുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഹോളായി കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോവും. അതുപോലെ ഇത് വേറൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല ഭംഗിയുള്ള പൂവിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് വണ്ട്. ഒരു മഞ്ഞ കളറിലുള്ള വണ്ട് വന്നിരുന്ന് തിന്നും. പിന്നെ ഇതാണെങ്കിൽ ഒരു പ്രത്യേക വെറൈറ്റിയാണ്. ഇത് നിറയെ ഫ്ലവർ പിടിക്കാറുള്ളതാണ്. അപ്പോൾ ഇതുണ്ടായി തീരുകയാണ്. മറ്റ് ഫ്ലവർ വിരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആ ഫ്ലവർ ഡാമേജായി തുടങ്ങി. അപ്പോൾ നമ്മുടെ വിവിധ വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് കാണുന്നത്. മഴക്കാലത്തും ഇതുപോലെ നമുക്ക് ഫ്ലവർ തരുന്നുണ്ട്, അതാണ് നമുക്ക് സന്തോഷം. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് സാധാ നമ്മുടെ അതിൽ നേരത്തെയുള്ളൊരു വെറൈറ്റി. അതിനുശേഷം ഇതെല്ലാം ഞാൻ എൻ്റെ കളക്ഷനിൽ ഉൾപ്പെടുത്തിയതാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ഓരോന്നും സൂക്ഷിച്ച് നോക്കിയാലേ ആ ഫ്ലവർ മനസ്സിലാവുള്ളൂ. പിന്നെ യെല്ലോ ഫ്ലവറിനാണ് വണ്ടിന് ഏറ്റവും ഇഷ്ടം. ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത് യെല്ലോ ഫ്ലവറിലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവറൊക്കെ ചെറുതായി, അതായത് മുട്ടിടുന്ന സമയത്തെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കിതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇപ്പോഴും ഫ്ലവറുണ്ട്. ഇതിൻ്റെ ശല്യം ഇല്ലെങ്കിൽ ഇതെല്ലാം വലിയ ബഞ്ചായിട്ട് വിരിയേണ്ടതാണ്. ഇതൊക്കെ മുട്ടായിരിക്കുന്ന പരുവത്തിൽ തന്നെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് പൂക്കളൊക്കെ ചെറുതാകാനുള്ള കാരണം. എത്ര ശ്രദ്ധിച്ചിരുന്നാലും നമ്മൾ കാണാതെ തന്നെ വന്ന് നീരൊക്കെ കുടിച്ച് ചെടിയെ അറ്റാക്ക് ചെയ്യും അവർ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ വിചാരിക്കും ഈ ഫ്ലവർ തന്നെയാണ് ആ ചെടിയിലുള്ളതാണെന്നല്ല. ഇതിൽ കണ്ടോ വൈറ്റും യെല്ലോ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഫ്ലവറിൽ ആ ഒരു എന്താ പറയുക, വയലറ്റ് ഷെയ്ഡും അല്ല, പർപ്പിൾ ഷെയ്ഡിനോട് ചേർന്നൊരു ഷെയ്ഡാണ്. ഉള്ളിൽ അതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഈ പോർഷനിൽ മാത്രമാണ് യെല്ലോ ഷെയ്ഡ് വരുന്നുള്ളൂ. ഇതാണെങ്കിൽ ഈ ഫ്ലവറിൽ, ഈ ഫ്ലവറിൻ്റെ ടിപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വൈറ്റ് ഡോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു ഫ്ലവർ ഇല്ല കൃത്യമായിട്ട് കാണിക്കാൻ. ഞാൻ ഇതിൽ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആണെങ്കിൽ നല്ല കോട്ടായിട്ട് ഡാർക്ക് കളറിൽ, അതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മൊന്നും അധികം, ഈ തണ്ട് അധികം നീളം വയ്ക്കില്ല. അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ്, ഡാർക്ക് വെറൈറ്റിയാണ്. ഇനി അത് കൂടാതെ നമ്മുടെ മറ്റൊരു ഫ്ലവറാണിത്. അപ്പം മതിലിരിക്കുന്ന ഫ്ലവറുകളൊക്കെയാണ് ഈ കാണുന്നത്. വേറൊരു വൈറ്റ് ഡെയ്സി, അതും നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പം മഴയല്ലേ, അപ്പം ഫ്ലവറൊക്കെ വേഗം ഡാമേജ്. ഇനി അടുത്ത സുന്ദരി നാടൻ റോസ്, പനിനീര്, നല്ല മണമുള്ള സുഗന്ധമുള്ള പനിനീരാണ്. മഞ്ഞ കൊണ്ട് പറന്ന് പോകുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ. ഇത് നമ്മുടെ അഡീനിയം, റെഡ് കളറ് അഡീനിയം.
വിരിയാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു റെഡ് കളറ് റോസ്, ഒരു പീച്ച് കളർ റോസ് അതുണ്ടായി, ഡാമേജ് ആവാറായി. ഇനി ഈ അടീനിയത്തിലൊക്കെ പൂ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. അത് മതിലിരിക്കുന്ന, ഇനി മുകളിൽ കുറച്ച് ചെടികളുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്. അത് എപ്പോഴും എടുക്കാൻ പറ്റില്ല, എപ്പോഴും കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ഈ ചെടികളെന്ന് കാണിക്കാമെന്ന് വെച്ചു. മുകളിലിരിക്കുന്ന റോസിലൊക്കെ ഫ്ലവർ കുറേശ്ശെ ഉണ്ട്, അത് പിന്നൊരു ദിവസം കാണിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.